വെൽക്കം ടു ലിറ്ററേച്ചർ ഫീഡ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെക്കൻഡ് സെമസ്റ്റർ അപ്രിഷ്യേറ്റിംഗ് പോയട്രി പറഞ്ഞ സബ്ജക്റ്റിലെ ജോൺ ഡോൺ എഴുതിയിട്ടുള്ള എ വാലഡിക്ഷൻ ഫോർബിഡിംഗ് മോർണിംഗ് എന്ന് പറഞ്ഞ പോയാണ്. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് ദ ഓതർ ജോൺ ഡോൺ. ഹി വാസ് ബോൺ ഇൻ ടു എ റോമൻ കാത്തലിക് ഫാമിലി ഓൺ ദ 22nd January in 1572 in London. ലണ്ടനിൽ 1572 ജാനുവരി 22 ഒരു റോമൻ കാത്തലിക് ഫാമിലിയിലാണ് ജോൺ ഡോൺ ജനിക്കുന്നത്. He was an English poet who is most well known because of his association to the concept of metaphysical poetry. മെറ്റാഫിസിക്കൽ പോയട്രി പറഞ്ഞ കോൺസെപ്റ്റിൽ ബേസ് ചെയ്തിട്ടാണ് ഇയാൾ പോപ്പുലർ ആയത്, കാരണം അയാൾ അതിലൂടെയാണ് അറിയപ്പെടുന്നത്. ഹി വാസ് ഓൾസോ എ ക്ലർക്ക് ഇൻ ദ ചർച്ച് ഓഫ് ഇംഗ്ലണ്ട്. പിന്നെ അതുകൂടാതെ തന്നെ അയാൾ ഇംഗ്ലണ്ടിലെ ചർച്ചിൽ ക്ലർക്കായിട്ടും വർക്ക് ചെയ്തിട്ടുണ്ട്. ഹിസ് ഫെയിം ലൈസ് എൻറ്റയർലി ഓൺ ഹിസ് സിഗ്നിഫിക്കൻസ് ഇൻ ദ ഫീൽഡ് ഓഫ് മെറ്റാഫിസിക്കൽ പോയട്രി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അയാളുടെ ഒരു ഫെയിം, അയാൾ അറിയപ്പെട്ടിരുന്നതിന് തന്നെ ഈ മെറ്റാഫിസിക്കൽ പോയട്രി എന്നുള്ളൊരു ഫീൽഡിലൂടെ ആയിരുന്നു. അതിലൂടെയാണ് ആളുടെ ഒരു ഇമ്പോർട്ടൻസ് എല്ലാവരും മനസ്സിലാക്കിയിരുന്നത്. പിന്നെ ഹിസ് പോംസ് ഹാവ് ഫോളോഡ് ബേസിക്കലി 2 തീംസ്. 2 തീംസാണ് മെയിനായിട്ട് ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നത്: ലവ് ആൻഡ് ഗോഡ്. സോ ബിഫോർ സ്റ്റാർട്ടിങ് ദ പോയം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ജോൺ ഡോൺ എന്ന് പറഞ്ഞ പോയറ്റ് മെറ്റാഫിസിക്കൽ പോയട്രിയിലൂടെ ആയിരുന്നു ആൾ ഭയങ്കര ഫേമസ് ആയിട്ടുണ്ടായിരുന്നു. ആൾക്ക് ഇമ്പോർട്ടൻസ് അതിലൂടെ ആയിരുന്നു കിട്ടിയത്, ആ ഒരു ഫീൽഡിലൂടെ ആയിരുന്നു കിട്ടിയത് എന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ് മെറ്റാഫിസിക്കൽ പോയട്രി എന്നാണ് ഇനി പറയാൻ പോകുന്നത്. മെറ്റാഫിസിക്കൽ പോയറ്റ്സ് റെഫേഴ്സ് ടു എ ഗ്രൂപ്പ് ഓഫ് റൈറ്റേഴ്സ് ഹു അപ്പിയർഡ് അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ 17th century. 17th centuryയുടെ തുടക്കത്തിൽ ഉണ്ടായിരുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് റൈറ്റേഴ്സ് ആയിരുന്നു മെറ്റാഫിസിക്കൽ പോയറ്റ്സ്. They never imitated anything and so their thoughts are often new but seldom natural. അവരൊന്നിനും അങ്ങനെ ഇമിറ്റേറ്റ് ചെയ്യില്ല. അവരുടെ തോട്ട്സ് പറഞ്ഞാൽ നല്ല ഫ്രഷ് ആയിട്ടുള്ള തോട്ട്സ്, അവർ പുതിയ പുതിയ ഐഡിയാസ് ആയിരുന്നു അവർ പോയട്രിയിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. ലൈക്ക് ഡിഫറെൻറ്റ് ഐഡിയാസ് വർ ബ്രോട്ട് ആൻഡ് മേഴ്സ്ഡ് ടുഗദർ ഇൻ ദ പോയട്രി. അവർ പോയട്രിയിൽ കൊണ്ടുവന്ന കോൺസെപ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ടു എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ട് 2 കാര്യങ്ങൾ തമ്മിലുള്ളൊരു കമ്പാരിസൺ. അത് ഐ മീൻ 2 എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഐഡിയാസ് കൊണ്ടുവന്നിട്ട് അത് മേർജ് ചെയ്തിട്ട് അവതരിപ്പിക്കുക പോയട്രിയിൽ. So one of the common features in their poetry was a comparison between 2 entirely different things or images. ഇനി മെറ്റാഫിസിക്കൽ കോൺസീറ്റ് എന്താണ്? കോൺസീറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലിറ്റററി ഡിവൈസാണ്. അതിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അൺലൈക്ലി കമ്പാരിസൺ ബിറ്റ്വീൻ 2 ഒബ്ജക്ട്സ്. അവർ തമ്മിൽ വലിയ ബന്ധമൊന്നും ഉണ്ടാവില്ല. ഇറ്റ് ഫങ്ഷൻസ് ആസ് എ വേ ടു ഡീപ്പൺ എ റൈറ്റേഴ്സ് മീനിങ് ആൻഡ് ക്യാൻ സർപ്രൈസ് ഓർ അമ്യൂസ് ദ റീഡർ. ലൈക്ക് ഇറ്റ് ഈസ് എ സ്പെസിഫിക് ടൈപ്പ് ഓഫ് കോൺസെപ്റ്റ് യൂസ് ഇൻ പ്രൈമർലി ഇൻ ദ 17th century ദാറ്റ് കമ്പാസ് ആൻ ഇൻടാൻജിബിൾ ക്വാളിറ്റി ടു ദാറ്റ് ഓഫ് എ നാച്ചുറൽ ക്വാളിറ്റി ഫൗണ്ട് ഇൻ ദ റിയൽ വേൾഡ്. ഒരു അബ്സ്ട്രാക്റ്റ് ആയിട്ട് സാധനം ഒരു റിയൽ ലൈഫിലുള്ള സാധനം തമ്മിലുള്ള ഒരു കമ്പാരിസൺ. ഫോർ എക്സാമ്പിൾ, നമ്മൾ ബ്രോക്കൺ ഹാർട്ട് എന്ന് പറയും ഒരു എക്സാമ്പിളാണ് പറയുന്നത്. ഇപ്പോൾ എ ബ്രോക്കൺ ഹാർട്ട് ഇസ് ലൈക്ക് എ ഡാമേജ്ഡ് ക്ലോക്ക്. ഇപ്പോൾ ഈ ക്ലോക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തിങ്ങാണ്, പക്ഷെ അത് ഈ ഹ്യൂമൻ ഐ മീൻ നാച്ചുറൽ ലെവലിൽ സാധനം ഹാർട്ടായിട്ട് ഒരു ബന്ധമില്ല, പക്ഷെ അത് പറയുമ്പോൾ തമ്മിലൊരു കണക്ഷൻ ഫീൽ ചെയ്യുന്നില്ലേ? ബ്രോക്കൺ ഹാർട്ടും ഡാമേജ് ക്ലോക്ക് പോലെയാണെന്ന്, 2 നേരെയാക്കാൻ പറ്റില്ല എന്നാണ് ഉദ്ദേശിച്ചത്. സോ അങ്ങനെ ഒരു കമ്പാരിസൺ അതൊക്കെ ഒരു എക്സാമ്പിളായിട്ട് പറഞ്ഞതാണ്. സോ അങ്ങനെ ഒരു റിയൽ വേൾഡിലുള്ളതും അങ്ങനെ ഇൻടാൻജിബിൾ ആയിട്ടൊരു ഒബ്ജക്റ്റിനെ ഒരു നാച്ചുറൽ ഒബ്ജക്റ്റായിട്ട്, റിയൽ വേൾഡിൽ നാച്ചുറൽ ഒബ്ജക്റ്റായിട്ട് ഒരു കമ്പാരിസൺ. അത് തമ്മിൽ കണക്ഷനൊന്നും ഉണ്ടാവില്ല, പക്ഷേ അങ്ങനെ പറഞ്ഞു വരുമ്പോൾ നമുക്ക് ആ ഒരു കമ്പാരിസൺ നമുക്ക് ഫീൽ ചെയ്യും. എ വാലഡിക്ഷൻ ഫോർബിഡിംഗ് മോർണിംഗ്. A valediction forbidding morning was first published in 1633, 2 years after Donne died, in a poetry collection titled Songs and Sonnets. Songs and Sonnets എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോയട്രി കളക്ഷനിൽ ആണ് ഈ വാലഡിക്ഷൻ ഫോർബിഡിംഗ് മോർണിംഗ് എന്ന് പറഞ്ഞൊരു പോയം പബ്ലിഷ് ചെയ്യണത്. അതും 1633 ഡോൺ മരിച്ച് 2 വർഷത്തിന് ശേഷം. However, this is believed to have been written in 1611 by John Donne to comfort his wife Anne More while he was away in France on government business and she remained back home in England. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അവരുടെ ലൈഫിൽ നടന്നൊരു ഇൻസിഡൻറ്റ് ബേസ് ചെയ്തിട്ട് എഴുതപ്പെട്ടതാണ്. 1611 ഇത് എഴുതപ്പെട്ടിരിക്കുന്നതെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. കാരണം ആ സമയത്ത് ഇയാൾ ഐ മീൻ ഈ പോയറ്റ് ഗവൺമെൻറ് ബിസിനസ് റിലേറ്റ് ചെയ്ത് ഫ്രാൻസിലായിരുന്നു. ആൻഡ് ഹിസ് വൈഫ് ആൻ വാസ് ഇൻ ഇംഗ്ലണ്ടിൽ വീട്ടിലായിരുന്നു, ഒരൊറ്റയ്ക്കായിരുന്നു. സോ ടൈറ്റിൽ ഫോർബിഡ്സ് മോർണിംഗ് വെൻ ലവേഴ്സ് പാർട്ട്. 2 ലവേഴ്സ് തമ്മിൽ പിരിഞ്ഞിരിക്കുമ്പോൾ ഉള്ള ഒരു സങ്കടം അതിനെ ബേസ് ചെയ്തിട്ട് അതാണ് ഈ ടൈറ്റിൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദ പോയം ഈസ് കമ്പോസ്ഡ് ഓഫ് 9 stanza വിത്ത് 4 lines ഇൻ ഈച്ച് സ്റ്റാൻസ. പോയം പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം 9 stanzas ആണ്, ഓരോ സ്റ്റാൻസയിൽ 4 lines വെച്ചിട്ട്. വൺ ഓഫ് ദ മേജർ തീംസ് ഓഫ് ദ പോയം ഈസ് എ കോൺട്രാസ്റ്റ് ബിറ്റ്വീൻ ദ കോമൺ ലവ് ഓഫ് പീപ്പിൾ ഓൺ എർത്ത്. ഞാൻ നേരത്തെ പലരും ഫിസിക്കൽ കോൺസീറ്റാണ് ഇതിൽ ഉദ്ദേശിക്കുന്നത്. 2 കോൺട്രാസ്റ്റ് ആയിട്ടുള്ള 2 ഐഡിയാസ് അതിൽ കൊണ്ടുപോയി. മെറ്റാഫിസിക്കൽ പോയിട്രി ആണല്ലോ. സോ ഇതിലത്തെ കോൺട്രാസ്റ്റ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോമൺ
പീപ്പിളുടെ ഇടയിലുള്ള ലവും ഇയാളും ഇയാളുടെ ഭാര്യയും തമ്മിലുള്ള ഒരു സ്നേഹം രണ്ടും കൂടിയിട്ട് ഓപ്പോസിറ്റായിട്ടാണ് കാണിക്കുന്നത്. Like the entire poem conveys the notion that the speaker and his beloved don't whine or cry while they are separated. Rather, they stay true to each other and their love expands when they are apart from each other. സോ ഇവർ പറയണത് വെച്ചാൽ ഇവരുടെ ആളുടെ വൈഫും തമ്മിലുള്ള ഒരു സ്നേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ സെപ്പറേറ്റഡ് ആയിട്ട് അവർ വിഷമിക്കണ ഒന്നുമില്ല. പകരം അവർ എന്താ പറയുക, അവരുടെ സ്നേഹം ഒന്നും കൂടിയിട്ടേ ഉള്ളൂ എന്ന് പറയുന്നത്. ആ ഒരു ഡിസ്റ്റൻസ് കൂടിയപ്പോൾ അവർ ലവ് ഒന്നും കൂടി എക്സ്പാൻഡ് ആയിട്ടുള്ളൂ എന്ന് പറയുന്നത്. അടുത്തില്ലെങ്കിലും സ്നേഹം ഒന്നും കൂടി കൂടിയിട്ടുള്ളൂ എന്നാണ് ഇതിലൂടെ പറയുന്നത്. ഡോൺ സജസ്റ്റ് ദാറ്റ് ദെയർ ലവ് ഈസ് ബിയോണ്ട് സച്ച് ട്രിവാലിറ്റീസ് ലൈക്ക് സെപ്പറേഷൻ ഓർ അറ്റാച്ച്മെൻറ്റ്. ഈ ഒരു സെപ്പറേഷനെയും അറ്റാച്ച്മെൻറ്റിനെയും എത്രയോ വലുതാണ് ഇവർക്ക് തമ്മിലുള്ള സ്നേഹം. ദെയർ റിലേഷൻഷിപ്പ് ഈസ് നോട്ട് കാർണൽ ബട്ട് സ്പിരിച്വൽ ആൻഡ് വുഡ് വിത്ത്സ്റ്റാൻഡ് ദ ടെസ്റ്റ് ഓഫ് ടൈം. ഇവർക്ക് പറഞ്ഞൊരു കാർണൽ ലവല്ല. കാർണൽ മീൻസ് ഫിസിക്കലായിട്ടൊരു ലവല്ല ഇവർ തമ്മിൽ ഒരു സ്പിരിച്വലായിട്ടുള്ള ഇവർ മനസ്സുകൊണ്ടാണ് സ്നേഹിക്കുന്നത്. ആൻഡ് വുഡ് വിത്ത്സ്റ്റാൻഡ് ദ ടെസ്റ്റ് ഓഫ് ടൈം. ഇത് കുറച്ച് സമയത്തേക്കല്ലേ ഉള്ളൂ. സോ ഡോൺ അറ്റംപ്റ്റ്സ് ടു കൺവിൻസ് ഹിസ് ലവ് ദാറ്റ് ദ പാർട്ടിങ് ഈസ് സംതിങ് ടെമ്പററി ആൻഡ് ഇസ് നോട്ട് വൺ ടു ബി മേൺഡ്. നമ്മൾ കുറച്ച് കാലത്തേക്ക് അല്ലെങ്കിൽ കുറച്ച് സമയത്തേക്ക് ആ ഒരു ചെറിയൊരു പീരീഡ് ഓഫ് ടൈമിലോട്ട് മാത്രമാണ് നമ്മൾ സെപ്പറേറ്റഡ് ആയിരിക്കുന്നുള്ളൂ. സോ ഇത് പറഞ്ഞൊരു ടെമ്പററി ആയിട്ടുള്ള കാര്യമാണ് ഈ സെപ്പറേഷനൊക്കെ. സോ ഇത് സങ്കടപ്പെടേണ്ട ആവശ്യമില്ല. He stresses importance of spiritual love and proves his point by giving various examples as arguments. ഈ പോയത്തിലൂടെ ആൾ കുറേ എക്സാമ്പിൾസ് വെച്ച് കുറേ ആർഗ്യുമെൻറ്റ്സ് വെച്ച് എക്സാമ്പിളായിട്ട് കാണിച്ചു തരുന്നുണ്ട്. പ്രൂവ് ചെയ്യണം എന്ത് സ്പിരിച്വൽ ലവിൻ്റെ ഇമ്പോർട്ടൻസ് പിന്നെയും നമുക്ക് പറഞ്ഞു വന്നുകൊണ്ട് അതിൻ്റെ ഇമ്പോർട്ടൻസ് പറഞ്ഞു തന്നുകൊണ്ട് കുറേ പോയിൻറ്റ്സ് ആൾ എല്ലാ ആർഗ്യുമെൻറ്റ്സ് ആയിട്ട് പറയുന്നുണ്ട്. ആളുടെ പോയിൻറ്റ് മെയിനായിട്ട് പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുകയാണ് ഇതിലൂടെ. ഓക്കെ, ഇനി പോയാൽ നമുക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പറയാം. ദ പോം ബിഗിൻസ് വിത്ത് ദ speaker stating that good men die in peace and they are ready to part with their souls. പോയം തുടങ്ങുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പീക്കർ ഇങ്ങനെ പറയുകയാണ്, ഗുഡ് മെൻ അവർ സമാധാനത്തോടെ മരിക്കും, അതുകൊണ്ട് തന്നെ അവർക്ക് അവരുടെ സോൾ വിട്ട് പോകാൻ അവർ റെഡിയാണ്. ഫ്രണ്ട്സ് ഓഫ് ദ ഡൈയിങ് സോൾസ് ഓഫ് ഗുഡ് മെൻ വുഡ് പോണ്ടർ ഓവർ വെദർ ദ പേഴ്സൺ ഈസ് ഡെഡ് ഓർ നോട്ട്. സോ ഈ മരിക്കുന്ന ഈ ആത്മാവുണ്ടാവില്ല, ഈ ഗുഡ് മെന്നിൻ്റെ സോളിന്ന് അവരിങ്ങനെ അവരുടെ ഫ്രണ്ട്സ് ഇങ്ങനെ ആലോചിക്കും, തിങ്ക് ചെയ്യും എന്ത് ഈ പേഴ്സൺ മരിച്ചോ ഇല്ലയോ ഒന്നും മനസ്സിലാവില്ല. സോ ദ പോയിറ്റ് ഗോസ് ഓൺ ടു അഡ്വൈസ് ഹിസ് ബിലോ ദാറ്റ് ദേ ബോത്ത് മസ്റ്റ് ആക്സെപ്റ്റ് ദ സെപ്പറേഷൻ. അപ്പം നമ്മളും നമ്മുടെ സെപ്പറേഷൻ അതുപോലെ ആക്സെപ്റ്റ് ചെയ്യണം എന്നാണ് പറയുന്നത്. ജസ്റ്റ് ആസ് ദീസ് ഗുഡ് മെൻ ആക്സെപ്റ്റ് ഡെത്ത്. ഈ ഗുഡ് മെൻ എങ്ങനെയാണ് അവരെ ഡെത്ത് ആക്സെപ്റ്റ് ചെയ്യണത് അതേപോലെ നമ്മൾ നമ്മുടെ സെപ്പറേഷൻ ആക്സെപ്റ്റ് ചെയ്യണം. ദ ഫിസിക്കൽ ബോണ്ട് ബിറ്റ്വീൻ ദ ലവേഴ്സ് മേ മെൽറ്റ്. ഇപ്പോൾ ലവേഴ്സ് തമ്മിലുള്ള ഫിസിക്കൽ ബോണ്ട് വേണമെങ്കിൽ മെൽറ്റ് ആവാം, ബട്ട് വി മസ്റ്റ് നോട്ട് ക്രൈ ഓവർ ഇറ്റ്. ഹി അഡ്വൈസസ് ഹിസ് ലവർ നോട്ട് ടു ബി ലൈക്ക് കോമൺ ലവേഴ്സ് ഹു കനോട്ട് ബെയർ ഫിസിക്കൽ സെപ്പറേഷൻ ബിക്കോസ് ദ ലവ് ഡിപ്പെൻഡ്സ് മിയർലി ഓൺ ഫിസിക്കൽ അട്രാക്ഷൻ. ബാക്കിയുള്ള കോമൺ ലവേഴ്സിനെ പോലെ നമ്മൾ മാറരുത്. കാരണം അവർക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ലവ് എന്ന് പറയുന്നത് ഫിസിക്കൽ അട്രാക്ഷനിൽ മാത്രം ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നതാണ്. സോ ലവേഴ്സ് തമ്മിൽ ഫിസിക്കൽ അട്രാക്ഷൻ വേണമെങ്കിൽ ഫിസിക്കൽ ബോണ്ട് വേണമെങ്കിൽ മെൽറ്റ് ആവാം, പക്ഷെ നമ്മുടെ കാര്യത്തിൽ അത് ബാധിക്കില്ല. പിന്നെ പറയുന്നത് വെച്ചാൽ മൂവിങ് ഓഫ് ദ എർത്ത് റെഫേഴ്സ് ടു എർത്ത് വേക്സ് വിച്ച് ഫ്രൈറ്റൻ പീപ്പിൾ ആൻഡ് മേക്ക് ദം ആർഗ്യൂ ഓവർ ഹൗ ഇറ്റ് ഹാപ്പൻ ആൻഡ് വാട്ട് ദ മീനിങ് ഓഫ് ഇറ്റ് ഈസ്. ഓൺ ദ അതർ ഹാൻഡ് മൂവ്മെൻറ്റ് ഓഫ് പ്ലാനറ്റ്സ് heavenly bodies around the orbits in the solar system, although a greater movement than an earthquake is considered as harmless or innocent. ഇതിലിപ്പോൾ എർത്ത് വേക്ക് ആയിട്ടുള്ള മൂവിങ് ഓഫ് എർത്ത് എന്ന് പറയുന്നത് എർത്ത് വേക്കിൻ്റെ കാര്യം പറഞ്ഞത്. അവിടെ തന്നെ ആളുകൾ പേടിക്കും, എങ്ങനെ സംഭവിച്ചു, എന്താണ് ഇതിൻ്റെ അർത്ഥം എന്നൊന്നും അവർക്ക് മനസ്സിലാവില്ല. പക്ഷേ ഇപ്പോൾ ഈ പ്ലാനറ്റിൻ്റെ മൂവ്മെൻറ്റ്സ് ഉണ്ടാവുമല്ലോ, അത് പറഞ്ഞു കഴിഞ്ഞാൽ സോളാർ സിസ്റ്റത്തിലുള്ള ഓർബിറ്റും ഇതൊക്കെ അത് എർത്ത് വേക്കിനെക്കാട്ടും ഗ്രേറ്റർ ആയിട്ടുള്ള മൂവ്മെൻ്റ് അല്ലേ. പക്ഷേ അതും അത്ര ഹാംലെസ് ആയിട്ടൊന്നും ആരും കാണില്ല. ഹാംലെസ് ആയിട്ടാണ് കാണുന്നത്. അത് ഇത്രയും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ടോ? സോ സിമിലർലി ദ സ്പീക്കർ ആൻഡ് ഇറ്റ്സ് ലവേഴ്സ് ഇസ് ലൈക്ക് ദ trepidation of the spears, the movements of which are not felt due to the depth of their love. പക്ഷേ ഇതിൻ്റെ മൂവ്മെൻറ്റ്സ് നമുക്ക് മനസ്സിലാവുന്നുണ്ടോ? എർത്ത് വേക്കിൻ്റെ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ തന്നെ നമ്മൾ പേടിച്ചതാക്കും. അതാണ് കോമൺ ലവേഴ്സ് തമ്മിലുള്ള ലവിൻ്റെ കാര്യം പറയുന്നത്. ഇവരുടെ ലവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പിയേഴ്സിൻ്റെ ഇടയിലുള്ള ട്രിപ്പിഡേഷൻ പോലെ തന്നെയാണ്. കാരണം ദ മൂവ്മെൻറ്റ്സ് ഓഫ് വിച്ച് ആർ നോട്ട് ഫെൽറ്റ്. കാരണം അവരിങ്ങനെ അകലുന്നതും വല്ലാണ്ട് അകന്നു പോകുന്നതൊന്നും അറിയില്ല. കാരണം ഇവർ മനസ്സുകൊണ്ടാണല്ലോ ഇഷ്ടപ്പെടുന്നത്. സോ ആ ഒരു സെപ്പറേഷൻ ഫീൽ ചെയ്യണില്ല. And which are not felt due to the depth of their love and spiritual quality that they love bears. അതുപോലെ ഇവർ തമ്മിലുള്ള സ്പിരിച്വൽ ആയിട്ടുള്ള ലവാണല്ലോ, അതുകൊണ്ട് തന്നെ ഇവർക്ക് ഡിസ്റ്റൻസും അത്ര ഹാംഫുള്ളായിട്ട് തോന്നണില്ല. The term sublunary lovers refers to common men as lovers.
ഇവിടെ കോമൺ മെന്നിനെ ലവേഴ്സായിട്ടുള്ള കോമൺ മെന്നിനെ സബ്ലൂണറി ലവേഴ്സ് എന്നാണ് പറയുന്നത് കേട്ടോ, ഒരു ടേം അവിടെ യൂസ് ചെയ്യുന്നുണ്ട്. ദീസ് കോമൺ ലവേഴ്സ് കനോട്ട് ബെയർ ദ സ്ലൈറ്റസ്റ്റ് ഫിസിക്കൽ മൂവ്മെൻറ്റ് ആസ് എ ലവ് ഈസ് ബേസ്ഡ് ഓൺ സെൻഷ്വൽ അട്രാക്ഷൻ. അവർ സെൻഷ്വൽ അട്രാക്ഷൻ്റെ ബേസിലും ആയതുകൊണ്ട് തന്നെ സെൻഷ്വൽ അട്രാക്ഷനിലൂടെ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ കോമൺ ലവേഴ്സൊക്കെ ഒരു ഫിസിക്കൽ ലവ് മാത്രമാണ് അവർക്ക് ഉള്ളൂ. സോ അതുകൊണ്ട് തന്നെ അവർക്ക് ഫിസിക്കൽ അട്രാക്ഷൻ ഒന്ന് കുറഞ്ഞു കഴിഞ്ഞാൽ തന്നെ, അല്ലെങ്കിൽ ഒരു ഡിസ്റ്റൻസ് വന്നു കഴിഞ്ഞാൽ തന്നെ അവർക്കത് ബെയർ ചെയ്യാൻ പറ്റില്ല, സഹിക്കാൻ പറ്റില്ല. കാരണം ആ ഒരു ഫിസിക്കൽ ലവ് ആണല്ലോ. സോ അവർക്കൊരു സെൻഷ്വൽ അട്രാക്ഷനിൽ ബേസ് ചെയ്തിട്ട് മാത്രമാണ് അവരുടെ ഒരു ലവ് ഉള്ളൂ. അപ്പോൾ ആ ഫിസിക്കൽ അട്രാക്ഷൻ പോയി കഴിഞ്ഞാൽ അവർക്ക് ആ ലവ് ഉണ്ടാവില്ല. ഇനി ഈ പോയത്തിലെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഭാഗമാണ് പറയാൻ പോകുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ മെറ്റാഫിസിക്കൽ കോൺസെപ്റ്റ് ഇവിടെയാണ് അപ്ലൈ ചെയ്തിരിക്കുന്നത്, ഇനി വരുന്ന ലൈൻസിലാണ് അപ്ലൈ ചെയ്തിരിക്കുന്നത്. ദ സ്പീക്കർ കമ്പയർസ് ദെയർ സോൾസ് ടു ദ പോയിൻറ്റഡ് ലെഗ്സ് ഓഫ് എ കോമ്പസ്. ഒരു കോമ്പസിൻ്റെ 2 പോയിൻറ്റഡ് ലെഗ്സ് ആയിട്ട് ഈ സ്പീക്കറിൻ്റെ വൈഫിനെയും സ്പീക്കറിനെയും അവരുടെ സോൾസിനെ കമ്പയർ ചെയ്യാണ്. കോമ്പസ് വിച്ച് യൂസ് ടു ഡ്രോ സർക്കിൾസ് ആൻഡ് ആർച്ചസ്. നമ്മളിപ്പോൾ ഇൻസ്ട്രുമെൻറ്റ് ബോക്സിൽ ഉണ്ടാവുമല്ലോ, ഒരു സർക്കിൾ വരയ്ക്കണമെങ്കിൽ കോമ്പസ് വേണമല്ലോ. സോ ആ ഒരു കോമ്പസിൻ്റെ 2 ലെഗ്സ് ആയിട്ടാണ് സ്പീക്കറിൻ്റെ വൈഫിൻ്റെയും സോളിനെ പറയുന്നത്. കാരണം 1 പോയിൻറ്റഡ് ലെഗ് റിമെയിൻസ് ഫിക്സഡ് അറ്റ് സെൻറ്റർ. ഇപ്പോൾ നമ്മൾ കോമ്പസിൻ്റെ ഒരു കാല് ഫിക്സഡ് ആയിട്ട് നടുവിൽ അങ്ങനെ വെക്കും. ബട്ട് ദിസ് ലെഗ് ലീൻസ് ടുവേർഡ്സ് അതർ വെൻ ദ അതർ വൺ ഗോസ് അറൗണ്ട് വൈൽ ഡ്രോയിങ്. നമ്മളിപ്പോൾ ഒരു സർക്കിൾ വരയ്ക്കുമ്പോൾ സെൻറ്ററിൽ ഫിക്സഡ് ആയിട്ട് വെച്ചിട്ടുണ്ടെങ്കിലും മറ്റേ ലെഗ് ഇങ്ങനെ സർക്കിൾ വരയ്ക്കുമ്പോൾ ഇത് അതിൻ്റെ കൂടെ അങ്ങനെ ലീൻ ചെയ്ത് ചാഞ്ഞിങ്ങനെ നിൽക്കും. അതിൻ്റെ ഒപ്പം തന്നെ ചാഞ്ഞ് പോവും. ലീൻസ് ടുവേർഡ്സ് ദ അതർ വെൻ ദ അതർ വൺ ഗോസ് അറൗണ്ട് വൈൽ ഡ്രോയിങ് എ സർക്കിൾ. സോ ദ ഫിക്സഡ്നെസ് ഓഫ് ദ ലെഗ് അറ്റ് ദ സെൻറ്റർ ഹെൽപ്സ് ദ അതർ ടു മൂവ് നീറ്റ്ലി ആൻഡ് കംപ്ലീറ്റ് ദ സർക്കിൾ. ഇപ്പോൾ ഈ നടുവിലുള്ള സാധനം ഫിക്സഡ് ആയിട്ട് അത്രയും നീറ്റായിട്ട് നിൽക്കണ കാരണമാണ് മറ്റേതിന് എളുപ്പത്തിൽ സർക്കിൾ വരയ്ക്കാൻ പറ്റണത്. അതിന് സർക്കിൾ വരയ്ക്കണമെങ്കിൽ ഹെൽപ്പായിട്ട് ഇതിങ്ങനെ കൂടെ നിൽക്കണമല്ലോ, മറ്റേ ലെഗും കൂടെ നിൽക്കണമല്ലോ. സോ ദാറ്റ് ദ മൂവിങ് ലെഗ് ഗെറ്റ് ബാക്സ് ടു വേർ ഇറ്റ് ബിഗാൻ. അത് കഴിഞ്ഞാൽ ആ സർക്കിൾ വരച്ച് കഴിഞ്ഞാൽ ആ സർക്കിൾ വരയ്ക്കാൻ വേണ്ടി യൂസ് ചെയ്യണ ലെഗ് കറക്റ്റ് അതെവിടെയാണ് തുടങ്ങിയത് അവിടേക്ക് തന്നെ തിരിച്ച് എത്തും. ഹിയർ ദ പോയിറ്റ് ഈസ് പ്രോബബ്ലി റെഫറിങ് ടു ദ ഇമ്പോർട്ടൻസ് ഓഫ് ബിലൗഡ്സ് ഫിഡലിറ്റി ഓർ ലോയാലിറ്റി. ഇതിലൂടെ ആളുടെ ലവറിൻ്റെ ആ ഒരു ഫിഡലിറ്റി വിശ്വാസത്തിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ആണ് പറയുന്നത്. കാരണം വെൻ ദ ലവർ ഇസ് എവേ ടു മെയിൻറ്റെയിൻ ദ റിലേഷൻഷിപ്പ് ആൻഡ് മേക്ക് ഷുവർ ദ ലവർ കംസ് ബാക്ക് ടു ഹെർ. അവൾ ആ റിലേഷൻഷിപ്പിൽ ഇപ്പോൾ ലവറിൻ്റെ ആ ഒരു ലോയാലിറ്റി ഫിഡലിറ്റി, ആൾ ദൂരെ ആണെങ്കിലും ആളോടുള്ള ഒരു വിശ്വാസം ഇതൊക്കെ തന്നെയാണ് ആ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നതും. അതിനാൽ തന്നെയാണ് ആൾ ലവറിൻ്റെ അടുത്തേക്ക് തിരിച്ചു വരുന്നതും. സോ ഇറ്റ് ഈസ് റെഫറിങ് ടു ദ ഇമ്പോർട്ടൻസ് ഓഫ് ദ ബിലൗഡ്സ് ഫിഡലിറ്റി ഓർ ലോയാലിറ്റി വെൻ ദ ലവർ ഇസ് എവേ. ദൂരെ ഇപ്പോൾ സ്പീക്കർ ദൂരെ ആണെങ്കിലും വൈഫ് ആ ഒരു ഫിഡലിറ്റി ആ ഒരു ലവ് അവിടെ ആ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് വിശ്വാസത്തോടെ ആ ഒരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുവരുന്നുണ്ട്. സോ അതാണ് അവരുടെ ഒരു സ്പിരിച്വൽ ലവിൻ്റെ ഒരു പവർ എന്ന് പറയണത്. കാരണം എത്ര ഡിസ്റ്റൻസ് പോയാലും തിരിച്ച് ആ ഒരു ലവ് ഉള്ള കാരണം അവർ വീണ്ടും ഒന്നിക്കുന്നുണ്ട്. Here, Donna is also implying that the love of the speaker and beloved is on a much higher plane as compared with the other common people's love. ബാക്കിയുള്ള കോമൺ പീപ്പിൾ തമ്മിലുള്ള ഒരു ലവിൻ്റെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇവരുടെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വേറെ ലെവലാണെന്ന് വെച്ചാൽ കുറച്ച് ഡിഫറെൻ്റ് ആണ്. ദ ലവർ ഓഫ് സ്പീക്കർ ആൻഡ് ഈസ് ബിലോഡ് ബെയേഴ്സ് ഓൺ ആൻ അതർ വേർഡ്ലി ക്വാളിറ്റി വിച്ച് ഡസ് നോട്ട് കെയർ അബൌട്ട് ദ ക്ലോസ്നെസ് ഓർ ഫിസിക്കൽ പ്രസൻസ് ഓഫ് ദ ഐസ്, ലിപ്സ് ഓർ ഹാൻഡ്സ്. ഇവർ തമ്മിലൊരു എന്താ പറയുക, ലൈക്ക് ഒരു ഫിസിക്കൽ പ്രസൻസിനെ വെച്ചിട്ട് കെയർ ചെയ്യില്ല. കാരണം വെച്ചാൽ അവരുടെ ഒരു ഐസിൻ്റെയോ ലിപ്സിൻ്റെയോ ഹാൻഡ്സിൻ്റെയോ പ്രസൻസ് പറ്റിയിട്ടൊന്നും അവർ ബോധേഡല്ല. ആൻഡ് ഇമോഷണലി ബോത്ത് ഓഫ് റിമെയിൻ യുണൈറ്റഡ് ബിക്കോസ് ഓഫ് ദെയർ സോൾസ് ആർ വൺ. അവരത്രയും ഇമോഷണലി ഒരു സ്പിരിച്വൽ ലവല്ലേ, അപ്പോൾ അവരത്രയും മൈൻഡ് തമ്മിൽ അത്രയും കണക്റ്റഡ് ആയതുകൊണ്ട് തന്നെ അവരിപ്പോഴും ഒരേപോലെ തന്നെ നിൽക്കും. ഇൻഫാക്ട് ദെയർ സെപ്പറേഷൻ ഓൺലി എക്സ്പാൻസ് എ ലവ്. അവരുടെ സെപ്പറേഷൻ അവരുടെ ലവ് ഒന്നുകൂടി എക്സ്പാൻഡ് ചെയ്തിട്ടേ ഉള്ളൂ. ജസ്റ്റ് ലൈക്ക് ഗോൾഡ് സ്ട്രെച്ചസ് ആൻഡ് എക്സ്പാൻസ് ആൻഡ് ബീറ്റൻ തീം. ഇപ്പോൾ നമ്മൾ ഗോൾഡൊക്കെ ഉരുക്കുമ്പോൾ അതൊന്നും കൂടി എക്സ്പാൻഡ് ആവില്ല, അടിച്ചത് കുറച്ചുകൂടി എക്സ്പാൻഡ് ആവുകയല്ല ചെയ്യുക. സോ അതേപോലെ തന്നെ അവരുടെ ലവും അതുപോലെ തന്നെയാണ്. അവരെത്ര സെപ്പറേറ്റഡ് ആണെങ്കിലും അവരുടെ ലവ് അതേപോലെ തന്നെ എക്സ്പാൻഡ് ആയിക്കൊണ്ടേയിരിക്കും.